ഹലോ എവരിവൺ, ഐ ആം കരുണാകരൻ. ബിടെക് നെറ്റ് അഡ്മിഷൻ ഡിഫറൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അത് നേരത്തെ തന്നെ അറിഞ്ഞിരിക്കുന്നത്, ഒരു ധാരണ ഉണ്ടാക്കുന്നത് വളരെ ഏറെ ഗുണം ചെയ്യും. ആദ്യത്തേത് ഗവൺമെൻറ് നോട്ടിഫിക്കേഷനാണ്. ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒരു മാസത്തോളം ടൈം കിട്ടും. ആ മാസത്തോളം ടൈമിനുള്ളിൽ നിങ്ങൾ പല സർട്ടിഫിക്കറ്റും റെഡിയാക്കേണ്ടതുണ്ട്. അതെല്ലാം റെഡിയാക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ആ ടൈമിനുള്ളിൽ. അത് കഴിഞ്ഞാൽ എക്സാമിനേഷൻ നടക്കും. എക്സാമിനേഷൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്യും. ആ സമയത്ത് ഏത് സെൻറ്ററാണ് നിങ്ങളിപ്പോൾ എഴുതേണ്ടത് എന്നുള്ളതിന് നിങ്ങൾക്ക് ലെറ്റർ വരും. ആ സെൻറ്ററിൽ പോയിട്ട് എക്സാമിനേഷൻ നടക്കുക. പിന്നീട് നിങ്ങൾ ഹാവ് ടു റൈറ്റ് ദ എക്സാമിനേഷൻ. ആഫ്റ്റർ ദ എക്സാമിനേഷൻ നിങ്ങളുടെ റാങ്ക് പബ്ലിഷ് ചെയ്യും. എക്സാമിനേഷൻ്റെ പെർഫോമൻസ് അനുസരിച്ച് റാങ്കിങ് പബ്ലിഷ് ചെയ്യും. നല്ല കുട്ടികൾ ടോപ്പ് റാങ്കിങ്ങിൽ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നല്ല കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ ആ റാങ്ക് നിങ്ങൾ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് സീനിയോറിറ്റി അനുസരിച്ചിട്ട് എവിടെയാണോ നിങ്ങൾക്ക് ടോപ്പിൽ കിട്ടാൻ സാധ്യതയുള്ള ആ കോളേജിലേക്കായിരിക്കും അലോട്ട് ചെയ്യുന്നത്, നിങ്ങൾ കൊടുത്ത ഓർഡർ അനുസരിച്ചിട്ട്. പിന്നീട് അത് വെച്ചിട്ട് അവർ ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തും. ഏത് കോളേജ് ഏത് കോഴ്സാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് ട്രയൽ അലോട്ട്മെൻറ്റിൽ നിന്ന് മനസ്സിലാകും. പക്ഷേ അത് കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അതിന് പിന്നാലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും വരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ കോളേജ് കിട്ടിയിട്ടുള്ളത് ആ കോളേജിൽ നിങ്ങൾ പോയി ചേർന്നേ പറ്റുള്ളൂ. ആ സമയത്ത് യു ഹാവ് ടു പേ ദ ഫീസ് ആൻഡ് ഓൾസോ യു മസ്റ്റ് പ്രൊഡ്യൂസ് ദ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്. ആ സമയത്താണ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, മസ്റ്റാണ്. ദെൻ ഓൺലി യു ക്യാൻ ജോയിൻ ഇൻ ദ കോളേജ്. പിന്നെ വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടിയേക്കാം. അങ്ങനെയാണെങ്കിൽ ഹയർ ഓപ്ഷൻ വീണ്ടും കൊടുക്കാം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ. ആ ഓപ്ഷൻ കൊടുത്തതനുസരിച്ച് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും. പലരും കോളേജിൽ ചേരില്ല. അപ്പോഴും എന്തായാലും ഒരുപാട് സീറ്റുകൾ ബാക്കിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം ചേർന്ന കോളേജിൽ നിന്ന് മാറി നിങ്ങൾക്ക് രണ്ടാമത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ നിങ്ങൾ കൊടുത്ത ഹയർ ഓപ്ഷനിലുള്ള കോളേജിൽ മാറാൻ കഴിയും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് ഏകദേശം അതായിരിക്കും നിങ്ങളുടെ കോളേജ്. സ്റ്റിൽ ദർ ഈസ് വൺ മോർ ചാൻസ്, ദാറ്റ് ഇസ് കോൾഡ് സ്പോട്ട് അഡ്മിഷൻ. അത് എവിടേക്കും ഗവൺമെൻറ് കോളേജിലൊക്കെ ലാബ്സ്റ്റ് സീറ്റൊക്കെ ഒരുപാട് ഉണ്ടാവും. കഴിഞ്ഞ വർഷം ഉണ്ടായ ലാബ്സ്റ്റ് സീറ്റാണ്. അതിൽ അവർ സ്പോട്ട് അഡ്മിഷൻ നടക്കും. ദാറ്റ് ടൈം യു ക്യാൻ ഗോ ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ് ആൻഡ് സ്റ്റിൽ ഈവൻ ദാറ്റ് ടൈം യു ക്യാൻ ചേഞ്ച് ദ കോളേജ്, നല്ല കോളേജിലേക്ക് മാറാം. ഇത്തരം സ്റ്റേജസിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോവുക. ഇതിന് കുറേ ടൈം എടുക്കും കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്കും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിലേക്കും വിളിച്ച് ചോദിക്കുക. നെറ്റ് എക്സാമിന് നോട്ടിഫിക്കേഷൻ എന്നാണ് വരിക. ഓരോ സ്റ്റേജിനും വിളിച്ചുകൊണ്ടിരിക്കുക അവരാ. എപ്പോഴാണ് ഞങ്ങൾ S3 ക്ലാസ് ജൂലൈയിൽ തുടങ്ങുകയല്ലേ സർ, ഞങ്ങൾക്ക് ജോയിൻ ചെയ്യണ്ടേ എന്ന് എല്ലാവരും വിളിച്ച് അന്വേഷിക്കുക. ആ സമയത്ത് അവർ ഒന്ന് ജാഗരൂകരാകും. അപ്പോൾ കൂടുതൽ അന്വേഷണം വരുന്ന സമയത്ത് അവർ ഉണർന്ന് പ്രവർത്തിച്ചേക്കാം. സോ ഡു ഇറ്റ്. താങ്ക് യു ഫ്രണ്ട്സ്. സി യു അഗൈൻ.